രാജ്യം എങ്ങനെയാണ് ഈ മത്സരം കാണുന്നത് അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം എനിക്ക് ഇവിടെ ഈ ആളുകളുടെ മുഖത്തേക്ക് നേരിട്ട് നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. ഓരോ ത്രോയിലും അവരുടെ മുഖത്ത് വരുന്ന ഭാവമാറ്റങ്ങൾ, ചിരി, സന്തോഷം, വിഷമം, ഞെട്ടൽ, അതെല്ലാം കൃത്യമാണ്. നവരസങ്ങൾ മാറി മറിയുന്ന രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ ഓരോരുത്തരുടെയും മുഖഭാവം എന്ന് പറയാൻ സാധിക്കും. നിലവിൽ എന്തായാലും ഈ സ്വർണ്ണമില്ല എന്നുള്ളത് ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. കാരണം പ്രതീക്ഷിച്ചത് സ്വർണ്ണമാണ്, പക്ഷേ സ്വർണ്ണമില്ല എന്നുള്ളത് എല്ലാവരും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് വെള്ളി തന്നെ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്കാണ് ആളുകൾ എല്ലാവരും എത്തി നിൽക്കുന്നത്. കാരണം ഈ 89 എന്നുള്ളതിനപ്പുറത്തേക്കൊരു താരത്തിന് എറിയുക എന്നുള്ളത് എളുപ്പമല്ല. നേരത്തെ മറ്റുള്ള താരങ്ങളുടെ എല്ലാം 1ഉം 2ഉം 3ഉം പെർഫോമൻസ് കണ്ടാണ് ഈ മൂന്നാമത്തെ ഊഴം എറിയാനുള്ളവരുടെ ആദ്യത്തെ 2 പെർഫോമൻസ് കണ്ടതാണ്. ഈ ഒരു ത്രോ മതി എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഒരു ത്രോ മതി കാര്യങ്ങൾ മറിയാൻ കാരണമാവുക, അല്ലെങ്കിൽ മാറിമറിയാൻ ഒരു ത്രോ മതി എന്ന് പറയുമ്പോഴും അവരുടെ മറ്റ് പ്രകടനങ്ങൾ കൂടി എടുത്തു നോക്കുന്ന സമയത്ത് ഈ നീരജ് ചോപ്ര രണ്ടാമത്തെ ത്രോയിൽ എറിഞ്ഞു വെച്ച 89-ന് അപ്പുറത്തേക്ക് എറിയുക എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ, കാരണം പലരുടെയും 2 ത്രോ കഴിഞ്ഞിരിക്കുന്നു, ആത്മവിശ്വാസം ചോർന്നിട്ടുണ്ടാവാം, ആത്മവിശ്വാസം ലഭിച്ചിട്ടുണ്ടാവാം, ഒരു നിരാശ വന്നിട്ടുണ്ടാവാം, അവരുടെ ധൈര്യത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാവാം. അതെല്ലാം ഫാക്ടറുകളാണ്. അതെല്ലാം അടുത്ത ത്രോ എടുക്കുന്ന സമയത്ത് ഈ മത്സരാർത്ഥികളെ ബാധിക്കും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു വെള്ളി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. കാരണം നീരജ് ചോപ്രയാണ്, അദ്ദേഹത്തിന് ആ വെള്ളി ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. ഇപ്പോൾ എറിയുന്ന എല്ലാവരും ആ 85 എന്നുള്ള മാർക്കിന് പോലും താഴേക്കാണ് മറ്റുള്ളവരെല്ലാം വന്നിരിക്കുന്നത്. ആ ട്രിനിഡാഡ് താരം മാത്രമായിരുന്നു 88, അതായത് നീരജ് ചോപ്രയ്ക്ക് തൊട്ട് പിന്നാലെ ആ രണ്ടാമത്തെ ത്രോ എറിഞ്ഞത്. മറ്റുള്ളവരെല്ലാവരും നന്നേ പുറകിലാണ്, 85-നും 80-നും ഒക്കെ പുറകിലാണ്. അർഷാദ് വദീമിൻ്റെ ആ ഒരു ഏറ് ഇല്ല എന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് സ്വർണം ലഭിക്കുമായിരുന്നു. ഇപ്പോൾ സ്ക്രീനിൽ മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട്. അത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പുരുഷ ഹോക്കി ടീം അവരുടെ വെങ്കല മെഡൽ ഏറ്റുവാങ്ങുന്ന ആ ചടങ്ങ് കൂടെയാണ് എനിക്കിപ്പോൾ ഈ വലിയ സ്ക്രീനിലെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മുടെ ശ്രീജേഷ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇതാ തുടർച്ചയായിട്ടുള്ള 2ാം ഒളിമ്പിക്സിലും ഹോക്കി ബ്രോൺസ് മെഡൽ, വെങ്കല മെഡൽ സ്വീകരിക്കുന്നു. അത് അണിഞ്ഞുകൊണ്ടവർ രാജ്യത്തിന് അഭിമാനമായി നിൽക്കുന്നു. ഈ ജാവലിൻ ഒരു ഘട്ടത്തിൽ ഒരു വേദിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ മെഡൽ സെറിമണി ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വെങ്കല മെഡൽ അവർ അഭിമാനത്തോടു കൂടി കഴുത്തിൽ അണിയുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ പുരുഷ ഹോക്കി ടീം തുടർച്ചയായ 2ാമത്തെ ഒളിമ്പിക്സിലും വെങ്കല മെഡൽ നേടി. അഭിമാനകരമായ 2 നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ ജനത മുഴുവനും കടന്നു പോകുന്നത് എന്നുള്ളതാണ്. സീസണിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒരു വശത്ത് നീരജ് ചോപ്ര നടത്തിയിരിക്കുകയാണ്. 2ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ പോലും ആ ബെസ്റ്റ് എന്നത് എടുത്തു പറയേണ്ടതാണ്. മറുവശത്ത് നമ്മുടെ പുരുഷ ഹോക്കി ടീം, അതെ, മെഡൽ ഉറപ്പിച്ചിട്ടുണ്ട്.